അത് ക്യാഷ് നൽകി വാങ്ങുന്നതിന് വ്യൂവേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്താൽ ഇത് എന്നെ കൂട്ടാക്കോ, നമുക്ക് ഒരുമിച്ച് മുന്നേറാം, ട്രിക്ക് മാനിപ്പുലേഷൻ, ഗീവ് അവേ, അതുപോലെ കമന്റ് ചെയ്യൂ, എന്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യൂ, എന്റെ അപ്പോൾ ഈ കാര്യം യൂട്യൂബ് കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. ഇത് ചെയ്ത് നിങ്ങൾ ഇടാതിരിക്കുക. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി സ്ട്രൈക്ക് ഇല്ലാതെ ചാനൽ ടെർമിനേറ്റ് ആകും എന്നല്ല, ആകുന്നുണ്ട്. ഇന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്താൽ ഒത്തിരി പേര് ചോദിക്കുന്നത്, ചേച്ചി എൻ്റെ ചാനൽ ടെർമിനേറ്റ് ആയി, ഇനി എൻ്റെ ചാനൽ കാണാൻ കഴിയുമോ, എനിക്ക് തിരിച്ചെടുക്കാൻ കഴിയുമോ, അങ്ങനെയുള്ള ഒത്തിരി പേര് ഡൗട്ടായിട്ടാണ് എന്നെ സമീപിക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ ചാനൽ ഇങ്ങനെ ടെർമിനേറ്റ് ആയി പോയത്? ഞാൻ മറ്റുള്ള ചാനലിലെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് കൊണ്ടാണോ, ഇല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് കൊണ്ടാണോ, അതും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എൻ്റെ വീഡിയോയിൽ ചെയ്യുന്ന മിസ്റ്റേക്ക് കൊണ്ടാണോ എനിക്കിങ്ങനെ എൻ്റെ ചാനൽ ടെർമിനേറ്റ് ആയി പോകുന്നത് എന്നൊക്കെ. അപ്പോൾ 2025 യൂട്യൂബിൻ്റെ സ്കാം പോളിസി എന്താണ് എന്നും, അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ചാനൽ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് എന്നെ ശ്രമിക്കുക. കാരണം ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ ഇന്നല്ല എങ്കിൽ മറ്റൊരു ദിവസം നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ പേര് ശ്രീനിത്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൽ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഹൈപ്പും കൂടെ തരാനും മറക്കരുത്. നേരത്തെയൊക്കെ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആകണം എന്നുണ്ടെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ നമ്മുടെ ചാനലിൽ 3 സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല. യൂട്യൂബ് ഒരു മുന്നറിയിപ്പും കൂടാതെ, അതായത് യൂട്യൂബിന്റെ പുതിയ 3 പോളിസികളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ലംഘിക്കുകയാണ് എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഒരു മുന്നറിയിപ്പും കൂടാതെ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് ആ ഒരു 3 പോളിസി എന്ന് പറയാം. ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ പോണോഗ്രാഫി, 2 ചൈൽഡ് അബ്യൂസ്, 3 സ്പാം പോളിസി. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പോളിസിക്ക് എതിരായിട്ട് നിങ്ങൾ വലിയ രീതിയിൽ നിങ്ങളുടെ ചാനലിൽ മിസ്റ്റേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ യൂട്യൂബ് നിങ്ങളുടെ ചാനൽ ഒരു മുന്നറിയിപ്പും കൂടാതെ ടെർമിനേറ്റ് ചെയ്യുന്നതാണ്. പോണോഗ്രഫിയും ചൈൽഡ് അബ്യൂസും എന്താണെന്ന് നിങ്ങൾക്ക് മിക്കവാർക്കും അറിയാമായിരിക്കും. അറിഞ്ഞുകൂടാ എങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റായിട്ട് അറിയിക്കുക. അത് ഞാൻ അടുത്തൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് സ്പാം പോളിസി. അപ്പോൾ ഈ സ്പാം പോളിസിയിൽ ഒത്തിരി കാര്യങ്ങളാണ് യൂട്യൂബ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ സ്പാം പോളിസിയിൽ യൂട്യൂബ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ സ്പാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് മെയിൻ പോയിന്റ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നതാണ് ഓഫ് സൈറ്റ് പാറ്റേൺ സ്വിച്ച്. അപ്പോൾ ഇത് എന്താണെന്ന് പറയാം. ഈ ഓഫ് സൈറ്റ് പാറ്റേൺ സ്വിച്ച് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ആ വീഡിയോയുടെ തമ്പനെയിലോ ടൈറ്റിലോ നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നു, ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ വീഡിയോയുടെ ഇടയിൽ ഞാനൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്കിത് ലഭിക്കുന്നതാണ് എന്നൊക്കെ. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ റിലീസ് ആകാൻ പോകുന്ന സിനിമയുടെ ലിങ്ക് നിങ്ങളുടെ വീഡിയോയുടെ ഇടയിൽ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ ഒരു വ്യൂവർ ആ ഒരു തമ്പനെയിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോ കാണാൻ ശ്രമിക്കുന്നു. പക്ഷെ ആ വീഡിയോയുടെ ആദ്യത്തെ പകുതിയോളം ഭാഗം നമ്മൾ ഈ ഒരു ലിങ്കിനെ പറ്റിയോ ഒന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ വീഡിയോയുടെ പകുതി കഴിയുന്ന ഭാഗത്ത് നമ്മൾ പറയുന്നുണ്ട്, എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്, ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു സിനിമ കാണാൻ കഴിയുന്നതാണ് എന്നൊക്കെ. അപ്പോൾ ആ ഒരു വ്യൂവർ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് അത് കാണാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ യൂട്യൂബിൽ നിന്നും, അതായത് ആ ഒരു വ്യൂവർ വെളിയിൽ പോവുകയാണ്, തേർഡ് പാർട്ടി ആപ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നും ഒരു തേർഡ് പാർട്ടി ആപ്പിലേക്കോ സൈറ്റിലേക്കോ പോവുകയാണ് എങ്കിൽ ഇതിനെ ഓഫ് സൈറ്റ് പാറ്റേൺ സ്വിച്ച് എന്ന് പറയും. അപ്പോൾ ഇത് യൂട്യൂബിന്റെ സ്കാം പോളിസിയിൽ ആദ്യത്തെ ഒരു പോളിസിയാണ്. അതായത് യൂട്യൂബിൽ വീഡിയോ കാണാൻ വന്ന ഒരു വ്യൂവറിനെ ക്രിയേറ്റർ ആയിട്ടുള്ള നിങ്ങൾ മറ്റ് ആപ്പിലേക്കോ വെബ്സൈറ്റിലേക്കോ സ്വിച്ച് ചെയ്യുന്നതിന് തുല്യമാണ്. അതിനാലാണ് ഇത് ഈ ഒരു സ്പാം പോളിസിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ യൂട്യൂബ് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ തമ്പനെയിലോ ടൈറ്റിലോ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ വ്യൂവറിന് കാണിച്ചു കൊടുത്തിട്ടില്ല. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, യൂട്യൂബിലെ വീഡിയോ കാണാൻ വന്ന
കാണുന്ന ഒരു വ്യൂവറിനെ നിങ്ങൾ മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു. അപ്പോൾ അത് ഒരു വിധത്തിൽ നമ്മുടെ വ്യൂവറിനെ മിസ്ലീഡ് ചെയ്യുന്നതിന് തുല്യമാണ്. അതിനാലാണ് ഈ ഒരു കാര്യം യൂട്യൂബിന്റെ സ്പാം പോളിസിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീഡിയോയിലോ തമ്പനെയിലോ ടൈറ്റിലോ ഇങ്ങനെ നിങ്ങൾ പ്രോമിസ് ചെയ്യുന്നുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് 500 രൂപ, 1000 രൂപ, 2000 രൂപ വരെ നിങ്ങൾക്ക് ദിവസേന സമ്പാദിക്കാൻ കഴിയുമെന്ന്. അപ്പോൾ ഇത് കാണുന്ന ഒരു വ്യൂവർ നമ്മുടെ ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണുകയും ആ വീഡിയോയുടെ ഇടയിൽ നമ്മൾ മറ്റേ റിവ്യൂ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു ആപ്പിലേക്ക് പോവുക, ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോവുക, അല്ലെങ്കിൽ ഈ ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ. അതുമല്ല നിങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു ആപ്പിലേക്ക് നിങ്ങൾ പണം നിക്ഷേപിക്കൂ, ഇങ്ങനെയൊക്കെ നമ്മുടെ വ്യൂവേഴ്സിനെ മിസ്ലീഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചാനൽ, അതായത് ഏണിങ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മിസ്ലീഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വീഡിയോയിലോ തമ്പനെയിലോ ടൈറ്റിലോ ഒക്കെ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സ്കാം പോളിസിയിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ മറ്റൊന്നാണ് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റൊരാളുടെ കണ്ടന്റ് അതുപോലെ ഡയറക്റ്റായി ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ മറ്റൊരു കണ്ടന്റ് ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ ഫോണിലോ ക്യാമറയിലോ ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണ് എങ്കിലും ഇത് റീയൂസ്ഡ് കണ്ടന്റിൽ ഉൾപ്പെടും. അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങൾ ഒരു തിയേറ്ററിൽ സിനിമ കാണാൻ പോയി, അപ്പോൾ അവിടെ ചെന്നിട്ട് ആ ഒരു സിനിമ നിങ്ങളുടെ മൊബൈലിലോ നിങ്ങളുടെ ക്യാമറയിലോ ഡയറക്റ്റായിട്ട് ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് റീയൂസ്ഡ് കണ്ടന്റിൽ ഉൾപ്പെടും. അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലിരുന്ന് ടി വിയിൽ കാണുന്ന സീരിയൽ ഷൂട്ട് ചെയ്യുന്നു, അതിനെ നിങ്ങൾ അതുപോലെ നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും റീയൂസ്ഡ് കണ്ടന്റിൽ ഉൾപ്പെടും. ഇപ്പോൾ ഒരുപാട് പേര് വരുന്നത് ബിഗ് ബോസിന്റെ പ്രോബ്ലം ആയിട്ടാണ്. അപ്പോൾ ബിഗ് ബോസ് നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങളുടെ ടി വിയിൽ കാണുന്നു, അതിനെ അതേപടി ഷൂട്ട് ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിലും അത് റീയൂസ്ഡ് കണ്ടന്റിൽ ഉൾപ്പെടും. അല്ല നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് അത് മാറ്റിയിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്ത് അതുപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് റീയൂസ്ഡ് കണ്ടന്റിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മറ്റൊരു ക്രിയേറ്ററുടെ കണ്ടന്റ് അതുപോലെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയോ ഷൂട്ട് ചെയ്തോ നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇതും സ്പാം പോളിസിയിൽ, അതായത് ഇങ്ങനെയുള്ള അപ്ലോഡിങ്ങിനെ മിസ്ലീഡിംഗ് എന്ന് പറയും. അതായത് ഇപ്പോൾ നിങ്ങൾ യഥാർത്ഥ ക്രിയേറ്ററിന്റെ റൈറ്റ്സിനെ ചോദ്യം ചെയ്യുന്നതോ അവരുടെ അവകാശങ്ങളെ ലംഘിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്പാം പോളിസിയിൽ ഉൾപ്പെടുന്നതാണ്. അത് വ്യൂവറിന്റെ എക്സ്പീരിയൻസിനെയും ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. അടുത്ത പോളിസി എന്ന് പറയുന്നത് മെറ്റഡാറ്റ ആൻഡ് തമ്പനെയിൽ പോളിസി. എന്താണ് മെറ്റഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിലുള്ള തമ്പനെയിൽ, ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ, ഇതിനേക്കാണ് മെറ്റഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോളിസി എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അതായത് തമ്പനെയിൽ ഒരു കാര്യം പറയുകയും നമ്മുടെ വ്യൂസ് കൂടുന്നതിന് വേണ്ടിയിട്ട് തമ്പനെയിൽ ഒരു കാര്യം പറയുകയും നമ്മുടെ വീഡിയോയിൽ അതുമായി ബന്ധമില്ലാത്ത വേറെ എന്തൊക്കെയോ കാര്യങ്ങളുമാണ് നമ്മൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ വ്യൂവേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ തമ്പനെയിലായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ മലയാളം ആക്ടേഴ്സ്, അതായത് മോഹൻലാലിന് എന്തെങ്കിലും അപകടം പറ്റി എന്നായിരിക്കും. പക്ഷെ നിങ്ങളുടെ ആ വീഡിയോ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടേ ഉണ്ടായിരിക്കില്ല, നിങ്ങളുടെ വീഡിയോയിൽ പറയുന്നത് മറ്റു കാര്യങ്ങളും ആയിരിക്കും. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് യൂട്യൂബിനെ അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വീഡിയോയുമായി ബന്ധമില്ലാത്ത കീവേഡ്സ് വാരി നിറയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതും സ്പാം പോളിസിയിൽ ഉൾപ്പെടും. അതായത് അത് നമ്മുടെ യൂട്യൂബിന്റെ അൽഗോരിതത്തെയും യൂട്യൂബിന്റെ പ്ലാറ്റ്ഫോമിനെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചീറ്റിംഗ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ഇങ്ങനെ ഒരു സ്പാം പോളിസി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. പക്ഷെ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുമായിട്ട് ബന്ധമില്ലാത്ത, ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു വീഡിയോ വൈറലാകുന്നതിന് വേണ്ടിയിട്ട് മറ്റ് വൈറലായി നിൽക്കുന്ന ടോപ്പിക്കിനെ പറ്റിയുള്ള കീവേഡ്സ് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാരി നിറയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ അമിത തോതിൽ ഈ ഒരു കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് യൂട്യൂബ് അത് സ്പാം പോളിസിയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക.
ഇനി വരുന്നതാണ് സ്കാം പോളിസി. അതായത് നിങ്ങൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു, ആ വീഡിയോയിലൂടെ നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര രൂപ ലഭിക്കും, ഇല്ലെങ്കിൽ ഈ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും എന്നൊക്കെ. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളുടെ ഒരു വ്യൂവർ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും സൈൻ അപ്പ് ചെയ്യുകയും ചെയ്താൽ അവരുടെ പേഴ്സണൽ ഡേറ്റ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് യൂട്യൂബിൻ്റെ സ്കാം പോളിസിയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മണി ചെയിൻ. അപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു, അതിൽ പറയുന്നുണ്ട് നിങ്ങൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പോളിസിയിൽ ജോയിൻ ചെയ്യൂ, ആ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്ര രൂപ ലഭിക്കും, അതിൻ്റെ എൻഡിൽ നിങ്ങൾ മറ്റൊരാളെ കൂടി പിന്നെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് കുറച്ച് പൈസ കിട്ടും. അങ്ങനെ മണി ചെയിൻ വഴി മറ്റ് ആൾക്കാരെ, നമ്മുടെ വ്യൂവേഴ്സിനെ എന്തെങ്കിലും രീതിയിൽ മിസ്യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് യൂട്യൂബിൻ്റെ സ്കാം പോളിസിയിൽ ഉൾപ്പെടുന്നതാണ്. ഇനി പറയാൻ പോകുന്ന പോളിസികളാണ് നമ്മളിൽ പലരും ചെയ്യുന്ന തെറ്റുകൾ. അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് ഇൻസെൻറ്റിവൈസേഷൻ സ്പാം പോളിസി. അപ്പോൾ അതിൽ പറയുന്നത് ഒന്നാമതായിട്ടായി പറയുന്നത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ഇതൊക്കെ ഓഫർ ചെയ്യുകയോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര രൂപ തരാം, നിങ്ങൾ 1000 ലൈക്ക് ചെയ്യൂ, അത് ക്യാഷ് നൽകി വാങ്ങുന്നതിന് വ്യൂവേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്താൽ ഇത് സ്കാം പോളിസിയിൽ ഉൾപ്പെടും. അതായത് ഇപ്പോൾ നിങ്ങൾ 1000 രൂപ തരാം, എനിക്ക് ലൈക്ക് തരൂ, ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊക്കെ നിങ്ങൾ പറയുന്നതും അതുപോലെ ഇത്ര വാച്ച് ടൈം നിങ്ങൾക്ക് കൂട്ടിത്തരാം എന്നൊക്കെ നിങ്ങൾ യൂവേഴ്സിനോട് പറയുന്നത് അത് നമ്മുടെ യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിനെയും യൂട്യൂബിൻ്റെ അൽഗരിതത്തിനെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ ഈ കാര്യം യൂട്യൂബ് കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. അടുത്തത് എന്ന് പറയുന്നത് സബ് ടു സബ്. അതായത് ഇനി നിങ്ങളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു, ആ വീഡിയോയിൽ നിങ്ങൾ പറയുന്നുണ്ട് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ഈ ചാനലിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ആ ചാനൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ആ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, തിരിച്ച് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം, ഇങ്ങനെ നിങ്ങൾ പറയുകയാണ് എങ്കിൽ അത് യൂട്യൂബിൻ്റെ സ്കാം പോളിസിയിൽ ഉൾപ്പെടുന്നതാണ്. ഇതൊക്കെ യൂട്യൂബ് വളരെ, അതായത് നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്ത് അല്ല അത്. അപ്പോൾ അതുകൊണ്ട് അത് യൂട്യൂബ് വളരെ കർശനമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്കാം പോളിസിയിൽ ഉൾപ്പെടുത്തി നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആക്കുന്നതാണ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് മെട്രിക് മാനിപ്പുലേഷൻ ഗീവ് അവേ. ഇപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു, അതിൽ നിങ്ങൾ ഒരു ഗിഫ്റ്റ് കാണിക്കുന്നു, അപ്പോൾ ആ ഗിഫ്റ്റ് നിങ്ങളുടെ വ്യൂവേഴ്സിനെ കാണിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ഈ ഒരു ഗിഫ്റ്റ് ലഭിക്കുന്നതാണ്, അതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യൂ, അതുപോലെ കമൻറ്റ് ചെയ്യൂ, എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യൂ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊക്കെ നിങ്ങളുടെ വ്യൂവേഴ്സിനോട് ആവശ്യപ്പെടുകയാണ് എങ്കിൽ ഇത് യൂട്യൂബിൻ്റെ സ്കാം പോളിസിക്ക് എതിരാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വ്യൂവേഴ്സിനെ മിസ്ലീഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആകുന്നതാണ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് കമൻറ്റ് സ്പാം പോളിസി. അപ്പോൾ ഇതെന്താണെന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ മറ്റൊരാളുടെ വീഡിയോയിൽ പോയി കമൻറ്റ് ചെയ്യുന്നു, ആ കമൻറ്റ് വഴി അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കുന്നു. ഇങ്ങനെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മുടെ കമൻറ്റ് വഴി ഷെയർ ചെയ്യുകയാണ് എങ്കിൽ അത് യൂട്യൂബിൻ്റെ സ്പാം പോളിസിക്ക് എതിരാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ തന്നെ പറയാം. ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പലരും അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അവർ ചോദിക്കുന്നുണ്ട് ചേച്ചി എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ. നേരത്തെയൊക്കെ ഇങ്ങനെയുള്ള കമൻറ്റ് ചോദിച്ചാൽ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഞാനും ഇത് പേടിച്ചിട്ട് അങ്ങനെ റിപ്ലൈ കൊടുക്കാറില്ല, ജസ്റ്റ് ലവ് കൊടുക്കുകയോ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പലരും വന്നിട്ട് നമുക്ക് മോശമായിട്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അഹങ്കാരമാണോ, എവിടെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇങ്ങനെയൊക്കെ ആണ് കമൻറ്റ് ഒരുപാട് പേര് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സത്യം എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ പറയാൻ വേണ്ടി പാടില്ല. അപ്പോൾ അത് യൂട്യൂബിൻ്റെ സ്പാം പോളിസിക്ക് എതിരാണ്. അടുത്ത പോളിസി എന്ന് പറയുന്നതാണ് റെപ്പറ്റേറ്റീവ് കമൻറ്റ് പോളിസി. അപ്പോൾ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു പോളിസിയാണ്. അപ്പോൾ അത് നിങ്ങൾ പലരുടെയും ചാനലിൽ പോയി അവരുടെ കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് എന്നെ കൂട്ടാക്കോ, നമുക്ക് ഒരുമിച്ച് മുന്നേറാം, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, എന്നെ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം, പിന്നെ ഇതുപോലത്തെ കണ്ടന്റ് തന്നെയാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്, അപ്പോൾ എന്നെ ഫോളോ ചെയ്യൂ, ഇങ്ങനെയുള്ള കമൻറ്റ്സ് നിങ്ങൾ നിരവധി തവണ പലരുടെയും ചാനലിൽ പോയി നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അത് നിങ്ങൾക്ക് സ്കാം പോളിസിയിൽ ഉൾപ്പെട്ട് അത് സ്ട്രിക്റ്റ് ആയിട്ട് യൂട്യൂബ് നിരോധിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആക്കും. ഇപ്പോൾ പലരും നമ്മുടെ ചാനലിൽ തന്നെ ഞാനും ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കമൻറ്റ് ഇടരുത് എന്നൊക്കെ, എന്നിട്ട് പലരും ആ വീഡിയോസൊക്കെ കാണാതെയാണ്, ജസ്റ്റ് നമ്മളൊരു വീഡിയോ ഇടുന്നു, അതിൻ്റെ താഴെ ഒരാൾ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാമെന്ന് കമൻറ്റ് ഇടുന്നു, അതിന് താഴെ പിന്നെ അങ്ങോട്ട് ശരി ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട്, എന്നെ കൂട്ടാക്കണം, ഇങ്ങനെയുള്ള കമൻറ്റ്സ് നിരവധി തവണ വരുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെയെന്നല്ല മറ്റാരുടെയും കമൻറ്റ്
കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് ഇത്തരം കമൻറ്റുകൾ ആ വീഡിയോ കണ്ടിട്ട് അതിൽ നിങ്ങൾക്ക് എന്താണ് ഉപയോഗപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് ഈ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുകയോ അല്ലാതെ പിന്നെ എന്നെ കൂട്ടാക്കാമെന്നോ തിരിച്ച് കൂട്ടാക്കിക്കോ എന്നോ അങ്ങനെയുള്ള കമൻറ്റ്സ് ദയവ് ചെയ്ത് നിങ്ങൾ ഇടാതിരിക്കുക. ഇപ്പോൾ ചെറിയ ചെറിയ ക്രിയേറ്റേഴ്സാണ് ഈ ഒരു തെറ്റ് കൂടുതലായിട്ടും ചെയ്യുന്നത്. കാരണം പെട്ടെന്ന് അവരുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സൊക്കെ കംപ്ലീറ്റ് ആക്കി മോണിറ്റൈസേഷൻ കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇങ്ങനെയുള്ള തെറ്റവർ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടി വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസമായിരിക്കും നമ്മുടെ ചാനൽ ഒരു മുന്നറിയിപ്പും കൂടാതെ ടെർമിനേറ്റ് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജെന്യൂനായിട്ട് വീഡിയോ ഇട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങളുടെ ചാനലിൽ പ്രോബ്ലം വരുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് ലൈവ് സ്ട്രീം ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്കാണ്. നിങ്ങളുടെ ലൈവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഫേസ് ലൈവ് ആയിരിക്കില്ല ചെയ്യുന്നത്, പല ഇവൻറ്റുകളുടെ ചേർത്തായിരിക്കും നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്യിപ്പിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ കോപ്പിറൈറ്റ് ഗൈഡ് ലൈൻസിന് എതിരായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈവിനിടയ്ക്ക് പ്ലേ ചെയ്യിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ യൂട്യൂബ് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ അയക്കുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ആ ലൈവിനിടയ്ക്ക് ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല. വീണ്ടും ഈ ഒരു കാര്യം തന്നെ നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ നിരവധി തവണ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് സ്പാം പോളിസിക്ക് എതിരാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യം യൂട്യൂബിൻ്റെ സ്പാം പോളിസിക്ക് എതിരാണ്. നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലൈവ് സ്ട്രീം ചെയ്യുന്നവർ പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കാനും മോണിറ്റർ ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ എടുക്കുക. കാരണം അത്രയും സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് 3 സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ചാനൽ ഡിലീറ്റ് ആയി പോകുന്നത്. ഇപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ പോലും തരാതെ പെട്ടെന്നാണ് നമ്മുടെ ചാനൽ യൂട്യൂബ് ടെർമിനേറ്റ് ആക്കുന്നത്. അപ്പോൾ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ചാനലിൻ്റെ URL, മെയിൽ ID, പാസ്വേഡ്, അതുപോലെ റിക്കവറി ഫോൺ നമ്പർ, റിക്കവറി മെയിൽ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊരു ബുക്കിലോ എവിടെയെങ്കിലും നമുക്ക് സുരക്ഷിതമായിട്ട് നിങ്ങൾ എഴുതി വച്ചിരിക്കുക. ഒരു പക്ഷേ നമ്മുടെ ചാനൽ ഇങ്ങനെ ടെർമിനേറ്റ് ആയി പോയാലും നമുക്കത് റിക്കവറി ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.